ഹലോ ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് ആക്ച്വലി കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ റെസിപ്പി ഷെയർ ചെയ്യണ വീഡിയോസ് ഒന്നുമല്ല. ഇത് എനിക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള പേഴ്സണിന് വേണ്ടിയിട്ട് ആളുടെ സ്പെഷ്യൽ ഡേയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ് ട്രസ്ലെച്ചേഴ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആക്ച്വലി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസോ പാത്രങ്ങളോ അതിൻ്റെ സ്പാച്ചുലാസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2 മണിക്ക് വെളുപ്പിനെ തോന്നിയ തോന്നലിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പീസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയണില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഭാഗ്യത്തിന് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇത് ആക്ച്വലി നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ബിഫോർ 1 ഇയർ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാറുന്നു. ഇപ്പോഴാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ആക്ച്വലി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ പ്രീ പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് ഒരുപാട് വലിയ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഫൈനലി നമ്മളത് ചെയ്തപ്പം സക്സസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാറില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെടാനും ചിലപ്പോൾ റെഡി ആയിരിക്കും. പിന്നെ ആ കഷ്ടപ്പെട്ടുണ്ടാവുന്ന ഒരു റിസൾട്ട് അത് നല്ലതാവോ അല്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ച പറ്റുമോ, അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ടെൻഷൻസും നമുക്കുണ്ടാവും, പ്രത്യേകിച്ച് കുക്ക് ചെയ്യുന്ന ടൈമിൽ. കാരണം ഫുഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ ടെൻഷനായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ സ്പഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്ന് കിട്ടിയായിരുന്നു കേട്ടോ. ആ ഒരു പാത്രത്തിലാണ് വെച്ചതെങ്കിലും ഭയങ്കര സോഫ്റ്റായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള സ്പഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഉണ്ടായിരുന്ന ഒരു ചെറിയ പാത്രത്തിലേക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനെ ജസ്റ്റ് ഫോക്ക് കൊണ്ട് ഹോൾസൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിക്കാനുള്ള ഒരു മിൽക്ക് ക്രീം ഉണ്ടാക്കിയെടുത്തിട്ട് അതൊന്ന് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഫോക്ക് കൊണ്ട് കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അതിൻ്റെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മിൽക്ക് റെഡിയാക്കി എടുത്തു. പാലും കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്രീം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ടേസ്റ്റ് വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ആക്ച്വലി ആ ഒരു ഫീല് തന്നെ കൊണ്ടുവരാൻ പറ്റി. നമ്മൾ ആ ഒരു ടൈമിലാണ് അതുണ്ടാക്കിയത്, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു റിസൾട്ട് അത്രയും ഭംഗിയായിട്ട് വന്നപ്പം നമ്മൾ ആ കഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം പോയതും ഒക്കെ നമ്മൾ ആക്ച്വലി മറന്നുപോയി. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ എന്ത് ജോലിയാണെങ്കിലും അതിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിലൊരു റിസൾട്ട് അല്ലെങ്കിൽ അതിലൊരു സക്സസ് ഉണ്ടാകുമ്പം നമ്മൾ ആ ചെയ്ത ബുദ്ധിമുട്ട് നമ്മൾ മറന്നു പോകും. അപ്പോൾ അതേപോലെ തന്നെ മറന്നുപോയൊരു സാധനമായിരുന്നു ഇത്. ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിസൈനൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് അതിനൊന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് നമ്മളൊരു പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ 2 ചെറിയ ജാറുണ്ടായിരുന്നു, നമ്മൾ മുമ്പ് കേക്ക് വാങ്ങിയതിൻ്റെയാണ്. അപ്പം ഞാൻ അതിലും ഇതേപോലെ തന്നെ കുഞ്ഞൊരു കേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ആളുടെ സ്പെഷ്യൽ ഡേ അടിപൊളിയായിരുന്നു. നമ്മുടെ സ്പെഷ്യൽ ഡിഷും അതിൽ ഒരു വെറൈറ്റി ആയിരുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചോക്കോ ചിപ്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരലങ്കോലത്തിന് വേണ്ടി ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ലുക്ക് വൈസൊക്കെ സൂപ്പറായിരുന്നു. നമ്മളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങണ അതേ ഒരു ഫീലായിരുന്നു. പിന്നെ ടേസ്റ്റ് ചെയ്തവരൊക്കെ നല്ല ഒപ്പീനിയൻ തന്നെയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.